നിലവിളക്ക് കൊളുത്തുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്ക് ദിനവും കൊളുത്തുന്ന പതിവ് കേരളീയ സംസ്കാരത്തോളം പഴക്കമുള്ള ഒന്നാണ്. അന്ധകാരമകറ്റി ജീവിതത്തെ പ്രകാശപൂരിതമാക്കാനുള്ള പ്രാർത്ഥന എന്നോണമാണ് നിലവിളക്ക് കൊളുത്തുന്നത്. എന്നാൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിളക്ക് വെറും നിലത്ത് വയ്ക്കരുത്. ഓട്, വെള്ളി, പിത്തള, സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും കൊളുത്തേണ്ടത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന നിലവിളക്കിനെ ദേവിയുടെ പ്രതിരൂപമായാണ് കണക്കാക്കുന്നത്. ഈ ചൈതന്യ സ്രോതസ്സിൻ്റെ ഭാരം ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങാനാവില്ല എന്നാണ് വിശ്വാസം. അതിനാൽ പീഠത്തിന് മുകളിൽ വെച്ചാണ് വിളക്ക് കൊളുത്തേണ്ടത്. നിലവിളക്ക് ശുദ്ധിയോടെ സൂക്ഷിക്കണം. നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ദിനവും കഴുകി മിനുക്കിയ ശേഷം മാത്രമാവണം വിളക്ക് കൊളുത്തേണ്ടത്. വിളക്ക് തെളിയിക്കുന്ന വ്യക്തിക്കും തികഞ്ഞ ശുദ്ധി ഉണ്ടായിരിക്കണം. തുളസിയില കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തണം. ദേഹശുദ്ധി നിർബന്ധം. ദേഹശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ വിളക്ക് കൊളുത്താവൂ. ഈ സമയം പാദരക്ഷകൾ ഉപയോഗിക്കുകയോ കൈയടിക്കുകയോ ചെയ്യുന്നത് ഐശ്വര്യക്കേടായി കണക്കാക്കുന്നു. പുലർക്കാലത്തും സന്ധ്യാസമയത്തും വിളക്ക് കൊളുത്തണം. പല വീടുകളിലും സന്ധ്യാസമയത്ത് മാത്രമാണ് വിളക്ക് കൊളുത്തുന്നത്. ആദിത്യദേവനെ വണങ്ങുന്നതാണ് നിലവിളക്ക് കൊളുത്തുന്നത്. അതിനാൽ സൂര്യോദയത്തിലും അസ്തമയ സമയത്തും നിലവിളക്ക് കൊളുത്തേണ്ടതുണ്ട്. രണ്ട് സമയങ്ങളിലും തിരി കൊളുത്തുന്നതിലും ശ്രദ്ധിക്കണം. പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്ക് ഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി പശ്ചിമ ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത്. തിരികൾ ഇടുമ്പോൾ കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികളിട്ട് വിളക്ക് കൊളുത്തണമെന്നാണ് പ്രമാണം. 2 തിരികൾ ഇടുന്നതിലൂടെ ധനവൃദ്ധിക്കും 5 തിരികൾ കൊളുത്തുന്നത് സർവൈശ്വര്യത്തിനും കാരണമാകും. ഒറ്റ തിരിയിട്ട് കൊളുത്തുന്ന മഹാവ്യാധിയെ ക്ഷണിച്ചു വരുത്തും. 3 തിരികളും 4 തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നത് അശുഭമാണ്. തിരികൾ അണയ്ക്കുമ്പോൾ ഊതി കെടുത്തരുത്. വിളക്കിൽ ഉപയോഗിക്കേണ്ട എണ്ണ പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ ആകരുത്. നിലവിളക്ക് കൊളുത്തുമ്പോൾ തിരികൾക്ക് അഭിമുഖമായി നിൽക്കരുത്. സൂര്യ തേജസ്സിനെ വിളക്കിൽ നിന്നും മറിക്കുന്നത് അശുഭമായതിനാലാണിത്. വിളക്കിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് തിരികൾ കൊളുത്തുന്നതാണ് ഉചിതം.